ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സ്ഥലമൊരുക്കുവാൻ പോകുന്ന ക്രിസ്തുവിനോട് തോമസ് ലീഹ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടേക്കാണ് പോണതെന്ന് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ക്രിസ്തു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. തുടർന്ന് പറയുക, നിങ്ങൾ എന്നെ അറിയുന്നത് കൊണ്ട്, എന്നെ കാണുന്നത് കൊണ്ട് പിതാവിനെയും നിങ്ങൾക്കറിയാം, പിതാവിനെയും നിങ്ങൾ കാണുന്നു. അപ്പോൾ ഫിലിപ്പോസ് പറയുക, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ രീതികൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എത്ര അധികമാണ്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ ഇവിടെ സ്ലീഹന്മാരുടെ പ്രാർത്ഥന എന്താ? ഒറ്റ കാര്യമുള്ളൂ, പിതാവായ ദൈവത്തെ ഒന്ന് കാണണം, അത് മാത്രം മതി. അപ്പോൾ കർത്താവ് പറയുക, ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നു എന്ന് വെച്ചാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായിട്ടുള്ള സാന്നിധ്യമാണ് ക്രിസ്തു. പിതാവായ ദൈവം മക്കളായ നമ്മെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, എത്രത്തോളമാണ് പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് എന്ന് അടിവരയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയ മുഖമാണ് പുത്രനായ ക്രിസ്തു എന്ന് നാം അറിയണം, വിശ്വസിക്കണം. ഈ അറിവ് നമ്മെ എത്തിക്കുന്ന ഇടമാണ് പിതാവിൻ്റെ സന്നിധി എന്നുള്ളതാണ് ക്രിസ്തു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. പൊതുവെ പറയും, മക്കൾ ദേ ആർ ജസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദെയർ പാരൻസ്. മാതാപിതാക്കന്മാരുടെ എക്സ്റ്റൻഷനാണ് മക്കൾ എന്ന് പറയും. അത് തന്നെയാണ് ക്രിസ്തുവും പറയുന്നത്, ഞാൻ എൻ്റെ അപ്പൻ്റെ കൊച്ചാണ്. അതാ ക്രിസ്തു പറയും. അതുകൊണ്ട് എൻ്റെ മുഖം, എൻ്റെ ജീവിതം, എൻ്റെ രീതികൾ ആരുടേതുപോലെയാണ്? എൻ്റെ പിതാവിൻ്റെ, എൻ്റെ അപ്പൻ്റെ പോലെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചവനാണ് ക്രിസ്തു എന്നുള്ളത് ഏറ്റവും മഹോന്നതമായിട്ടുള്ള കാര്യം. അന്ന് വരെ പിതാവായ ദൈവം എന്നുള്ളത് മനുഷ്യർക്ക് അപ്രാപ്യമായ യാഥാർത്ഥ്യമാണ്. പിതാവായ ദൈവത്തെ കാണാനായിട്ട് ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. മോശ പോലും തൻ്റെ ആഗ്രഹം പറയുന്നുണ്ട്, എനിക്ക് ഈ ദൈവത്തെ ഒന്ന് കാണണം. പക്ഷെ ആ പ്രകാശത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റാതെ എന്നെ കണ്ണടച്ച് പോകുന്നുണ്ട് മോശ. എൻ്റെ പുറംവശം മാത്രമായിരുന്നു കണ്ണ് ചിമ്മുമ്പോൾ ഒന്ന് കാണുന്നത്. അത്രത്തോളം മനുഷ്യന് സാധിക്കാത്ത ഒന്ന് പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി സാധിച്ചു തന്നു. അതുകൊണ്ടാണ് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? അബ്ബാ, എൻ്റെ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പുത്രൻ നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം ഇത് തന്നെയാണ്. അത്രയേറെ നമ്മെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരപ്പനാണ് നമ്മുടെ ദൈവമെന്ന് പറഞ്ഞു തരികയും അപ്പൻ്റെ അരികിലേക്കുള്ള വഴി താൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ എന്തിനാ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് കഴിയുന്നത്? എന്തിനാ ജീവിതം തീർന്നു കഴിഞ്ഞു, ഇനി മുന്നിലോട്ടൊന്നുമില്ല എന്നുള്ള നിരാശയുടെ പടുകുഴിയിൽ വീണ്ടും ഇങ്ങനെ തകർന്നിരിക്കുന്നത്? നമുക്കൊന്ന് എഴുന്നേൽക്കാം. അവൻ്റെ കരം പിടിച്ച് അവൻ്റെ മിഴികളിലേക്ക് നോക്കുന്നവർക്കൊക്കെ സ്വർഗത്തിൻ്റെ കാഴ്ചയുണ്ട്. ആ കാഴ്ചയിൽ പിതാവായ ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹമുണ്ട്.